ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അടിച്ച് തുടക്കുക അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു അരി അടുപ്പത്തിടുന്ന കാരണം. അപ്പോൾ ഏതായാലും വെറുതെ നിൽക്കില്ല വിചാരിച്ചിട്ട് ഞാൻ തീ എത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വല്ലപ്പോഴും ഒക്കെ തീയിൻ്റെ അടുത്തേക്ക് വരുകൊണ്ട് പറഞ്ഞു തീ അങ്ങനെ കത്തിപ്പിടിച്ച് കിട്ടിയായിരുന്നില്ല. കുറേ നേരം ഞാൻ പരിശ്രമിച്ചെങ്കിലും അത് ഇങ്ങനെ ഓലക്കൊടി മാത്രം കത്തിപ്പോയി. പക്ഷേ വിറകിൽ പിടിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ഇത്തിരി മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് നോക്കിട്ടോ. പക്ഷേ അപ്പോഴും മണ്ണെണ്ണ മാത്രം കത്തിപ്പോയി. അപ്പോഴും വിറക് കത്തിയില്ല. പിന്നെ എന്നും കത്തിക്കണ ആളെന്നെ വരേണ്ടി വന്നു. ഉമ്മ വന്നിട്ടാണ് പിന്നെ തീ കത്തിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ നല്ലോണം കത്തിപ്പിടിച്ചായിരുന്നു. ഞാൻ വല്ലപ്പോഴുമാണിത് കത്തിക്കാറ്. ഉമ്മയൊക്കെ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അരി അടുപ്പത്തിടാനൊക്കെ നിൽക്കാറ് കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യാറ്. പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതാണ് കത്തിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ തന്നെ തീ പോരും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറാതെ അതിനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ലാസ്റ്റ് പിന്നെ കത്തിപ്പിടിച്ചപ്പോൾ അരി എടുക്കാൻ പോയിട്ടോ. എന്നാൽ അവിടെ കിടന്ന് കത്തിക്കോട്ടെ, കത്തി തിളക്കുമ്പോഴേക്കിന് അരിയൊക്കെ കഴുകിയിട്ട് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരി എടുത്തു. ഇപ്പോൾ ഞങ്ങൾ 8 പേരുണ്ടാവുകൊണ്ട് അത്യാവശ്യം അരി എടുക്കണമായിരുന്നു. അത് കുറേ നേരം കഴുകാണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളക്കറ പോകുന്നവരെ ഇങ്ങനെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അരി അതൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അരി അതൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ എനിക്ക് കുറേ തിരുമ്പാണ് കേട്ടോ കുട്ടിയുടെ. അപ്പോൾ അവൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പ് പൊടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് പോയിട്ട് തിരുമ്പും ചെയ്യാമല്ലോ ചോറ് വേകുമ്പോഴേക്കിനെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ ഉമ്മയൊക്കെ അവിടെ വിറകെടുക്കാണ്ടായിരുന്നു. അതൊക്കെ ചെതൽ പിടിച്ചിട്ട് ആകെ നാശമായപ്പോൾ അപ്പോൾ വിറകെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ നിന്നു. അപ്പോൾ പിന്നെ അവർ വിറകെടുക്കിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനവിടെ സോപ്പ് പൊടിയിൽ ഇട്ടിട്ടിരുന്ന കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ തുണിയും കുപ്പായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പിയിട്ട് ഈ വെയിലുള്ള സമയത്ത് നമുക്കത് തോരിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഈ അരി അടുപ്പിക്കൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പണിയെടുത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് തിരുമ്പിടാൻ പോകാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു അവൻ്റെതും പിന്നെ എൻ്റെ കുട്ടികളതും ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ തിരുമ്പിയിട്ട് പിന്നെ അതൊക്കെ ഒലുമ്പി എടുത്തിട്ട് ഞാനത് തോരിടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ അവിടെയാണ് അയലും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കണം. അപ്പോൾ കുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ടാട്ടോ തോരിടുക. വലിയ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ മുകളിൽ കൊണ്ടുപോയിട്ട് തോരിടാറുള്ളൂ. പിന്നെ ഈ അലക്കലും പരിപാടികളും കഴിഞ്ഞിട്ട് വേണം പിന്നെ ഉച്ചക്കത്തുള്ള കറിയും മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ശരിയാക്കിയിട്ട് കറി വെക്കാനും അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടികൾക്കൊക്കെ കേട്ടോ. പിന്നെ കുട്ടികളൊന്നും കുളിപ്പിക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ വെയിലത്തൂടെ നല്ല കളിയിലാണ്. അപ്പം ഇനി അവരൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ആശ്വാസം കിട്ടും കേട്ടോ. കാരണം അവരിങ്ങനെ വികൃതി കാണിച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കല്ലേ. അപ്പോൾ ലാസ്റ്റ് തോരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ മീൻ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഷ്ണമീനാണിത് കഴുകിയിട്ട് വേണം കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതാ കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ അതിൽ മസാല ആക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പൊടികളൊക്കെ ഇട്ട് മിക്സിയിലിട്ടിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ മീനിൽ പുരട്ടിയൊക്കെ ആട്ടോ ചെയ്യാൽ. പിന്നെ പുരട്ടിയിട്ട് കുറച്ച് അധികം നേരം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ നമ്മളത് പൊരിക്കാനൊക്കെ ചെയ്യാൽ. അപ്പൊക്കെ പിടിക്കുമ്പോൾ അത് ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ. പിന്നെ ഇതാ മുരിങ്ങക്കറിയാണിന്ന് വെക്കുന്നത്, മീൻ പൊരിച്ചതും മുരിങ്ങക്കറി. അപ്പോൾ ഉള്ളത് മുരിങ്ങ ഊരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ കുളിപ്പിച്ച് കയറ്റാമെന്ന് വിചാരിച്ചിട്ട് അവരെയൊക്കെ കുളിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മീൻ പൊരിച്ചോളാന്ന് പറഞ്ഞു. മീൻ പൊരിക്കലും മുരിങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയി കുളിക്കുകയാണ് ചെയ്തത്. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ നേരെ മുകളിലായിട്ട് പോയത്. കാരണം മുകളിൽ കുറച്ച് തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടും ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുഖത്ത് മോയ്സ്ചറൈസർ ഇല്ലേ അത് ഇട്ട് കൊടുക്കായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് അതിങ്ങനെ എപ്പോഴും ചെയ്യില്ല, എനിക്ക് എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യാറ്. ചിലപ്പോൾ ഞാൻ ചെയ്യില്ല. ഇപ്പോൾ ചൂടൊക്കെ ആവുകൊണ്ട് എനിക്ക് എന്തോ അങ്ങനെ ചെയ്യണത് ഭയങ്കര വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ക്രീമും കാര്യങ്ങളൊക്കെ തേക്കണത് പൗഡറൊന്നും ഇടലില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ ഓർമ്മ വരുമ്പോൾ മാത്രം ലിപ് ബാമും മോയ്സ്ചറൈസറും മാത്രം മുഖത്തിടാറാണ്. അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ അറിയില്ല ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ചോറ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിത് ചോറ് കഴിച്ചു. രാവിലെ അങ്ങനെ വല്ലാണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടാവുന്ന പെട്ടെന്ന് കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ മോൻ എണീറ്റപ്പോൾ പിന്നെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചിരുന്നപ്പോൾ പിന്നെ ചെറിയ മോൾ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ ഉമ്മ അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് മാമനും അമ്മായിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചപ്പോൾ ഞാൻ പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് പൂവട ഉണ്ടാക്കില്ലേ പൊരിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഉമ്മ അത് കുഴച്ച് ശരിയാക്കി തന്നു. ഞാൻ പിന്നെ തേങ്ങ
പൊട്ടിക്കാനും ചിരകാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നു. തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലത്തെ വെള്ളം കുടിക്കൽ നിർബന്ധമല്ലേ. അപ്പോൾ പിന്നെ ഞാനത് കുടിച്ചിട്ടോ. പകുതി പോവുകയും ചെയ്തു, ഇത്തിരി കിട്ടുകയും ചെയ്തു. ബാക്കി പിന്നെ ഞാൻ തേങ്ങ ചിരവാനും കാര്യം കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കാര്യം അത് വേണ്ടി വരിക. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലാവുകൊണ്ട് ഞാനത് കുടിച്ചു. കഴിഞ്ഞ് പിന്നെ തേങ്ങ ചിരവുണ്ടായിരുന്നു, 1.5 മുറി എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരകി തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇത് ആവിയിൽ വേവിക്കുന്നതും ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കെന്തോ പൊരിച്ചതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ പത്തിരിപ്പൊടി കൊണ്ടും പൊരിച്ചിട്ടുണ്ടാക്കും. അങ്ങനെ ഞാൻ പിന്നെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ ചെറിയ ബോളായിട്ട് പ്രസ്സിൽ അമർത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ചെയ്യാറ്. ഇത് ഓരോ ആൾക്കാരും പല രീതിക്ക് ഇത് ഉണ്ടാക്കും. ഇതിൽ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ ശർക്കര ഇടാതെ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നല്ല നൈസായിട്ട് ഇത് പരത്തണം കേട്ടോ. പ്രസ്സിൽ നന്നായിട്ട് അമർത്തിയിട്ട് പരത്തും ചെയ്യുക. പക്ഷേ ഞാൻ ഇതുപോലെ ഇങ്ങനെ പൂവിൻ്റെ ആകൃതിക്ക് അങ്ങനെ ഉണ്ടാക്കാറാണ്. എന്നിട്ട് ഇത് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കല്. അങ്ങനെ അവരിന്ന് വരികയെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് ഇന്ന്. അപ്പോൾ ഇതാ ഒരു 10-25 ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിൽ തേങ്ങയൊക്കെ ഉണ്ടാവുകൊണ്ട് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ ചട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ പറന്ന് അത് ചൂടാവുന്ന വരേക്കും അതുവരെ എടുത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചട്ടിയും പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വൃത്തിയാക്കി വെക്കാമല്ലോ, അപ്പോഴേക്കിന് എണ്ണ ചൂടാവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ മോറി ശരിയാക്കുമായിരുന്നു. അപ്പക്കൊക്കെ എടുത്ത പാത്രങ്ങൾ അപ്പൊക്കെ മോറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. പിന്നെ അനിയൻ പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ കുൽഫി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായി കുൽഫി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, സ്ട്രോബെറി ഫ്ലേവറായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കഴിക്കലേനു. അപ്പോൾ എനിക്കുള്ളത് ഞാനും കൂടിയും കഴിച്ചതാണ്. പിന്നെ എണ്ണ വെച്ച് ചൂടായപ്പോഴാണ് അപ്പോൾ ഉപ്പ വന്നിട്ട് ചായ വെക്കാൻ വേണ്ടിയിട്ട് പണി കഴിഞ്ഞ് വന്നപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ടില്ല ചായ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പൂവടയൊക്കെ ഉണ്ടാക്കി വെച്ചു. അവരൊക്കെ വന്ന് കഴിച്ചു, അവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൾക്ക് മുടി വാർന്ന് കെട്ടി കൊടുക്കാണ്ടായിരുന്നു. രാവിലെ കുളിച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കെട്ടിയിട്ട് ശരിയാക്കി കൊടുക്കുമായിരുന്നു. വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ മുടിയൊക്കെ കെട്ടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വലിയ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇത്ര ചെറിയ ചെറിയ വിശേഷവും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ രാവിലെ അലക്കിയിട്ട കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ, അതൊക്കെ കൊടുന്ന് മടക്കി വൃത്തിയാക്കി വെച്ചു. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.